ഇനി നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന തട്ടിപ്പുകൾ ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറയാൻ വേണ്ടി പറ്റും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI എന്നെല്ലാവരും കേട്ടിട്ടുണ്ടാവും. AI പേരിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്, ക്രിപ്റ്റോ കറൻസി, AI വെച്ചിട്ടുള്ള പലതരം ഉടായ്പ പരിപാടികളെല്ലാം ഉണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് കേട്ട് കഴിഞ്ഞപ്പോൾ അത് വലിയ വലിയ കമ്പനികളും കൂടി ഇതിനകത്ത് പറ്റിക്കപ്പെടുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരൊക്കെ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് AI എന്ന് കേൾക്കുമ്പോൾ എടുത്തു ചാടി പുറപ്പെടേണ്ട, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തണം. കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡർ AI എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടായിരുന്നു. അവർ കസ്റ്റമർക്ക് വേണ്ട റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കൈകാര്യം ചെയ്ത് കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഇന്ത്യയിലുള്ള 700ഓളം എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർ മാനുവലിയാണ് കസ്റ്റമറുടെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തത്, പ്രോസസ് ചെയ്തത്. പക്ഷേ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞ് മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെ ഈ കമ്പനിക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, ഫണ്ടിങ് കൊടുത്തിട്ടുണ്ട്. ബിൽഡർ AI എന്ന് പറഞ്ഞിട്ടാണ് കമ്പനിയുടെ പേര്. നത്താഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് ഉപയോഗിച്ചിട്ടുള്ള ഒരു സർവീസാണ് അവർ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് പ്യുവർലി മാനുവൽ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള കമ്പനീനെ വരെ ഈ AI എന്ന് പറയുന്ന പേര് ഉപയോഗിച്ചിട്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ഒന്ന് കൂടുതൽ ആലോചിക്കേണ്ട വിഷയമല്ലേ. മൈക്രോസോഫ്റ്റ് ഏത് കമ്പനിയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ.